ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്നാണ് നമ്മുടെ പുതിയ അപ്ഡേഷൻ വരാൻ പോകുന്നത്. നവംബർ 16 അല്ലേ ഗൈസ്? ഇന്ന് OB37 പുതിയ പാച്ച് അപ്ഡേഷൻ ഇന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ അപ്ഡേഷൻ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് എന്തായാലും ഗെയിം കളിക്കാൻ സാധിക്കില്ല. ഫ്രീ ഫയർ മാക്സ് കളിക്കാൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഗെയിം ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്ഡേറ്റ് ചെയ്യാതെ നമുക്ക് എന്തായാലും ഇന്ന് ഗെയിം കളിക്കാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെ നമ്മുടെ ഗെയിം അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഗെയിം അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പുതിയ ലോഡിംഗ് സ്ക്രീൻ കാണാൻ സാധിക്കും. ഇതാണ് ഗെയിമിലേക്ക് വരാൻ പോകുന്ന പുതിയ ലോഡിംഗ് സ്ക്രീൻ. FFWSന്റെ പുതിയ നല്ലൊരു ലോഡിംഗ് സ്ക്രീൻ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു ലോബി നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഫ്രീ റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്, വൗച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. പുതിയൊരു ഗണ്ണ് വരുന്നുണ്ട്, ട്രോഗോൺ എന്നാണ് പേര്. അപ്പോൾ നമുക്ക് ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഗ്രാനേഡ് പോലെ, നമുക്ക് ലോഞ്ചർ പോലെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷോട്ട് ഗൺ പോലെ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഈ ഗണ്ണ് ഉപയോഗിക്കാം. R1 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പെറ്റ് വരുന്നുണ്ട്. നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പെറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പെറ്റാണ്. ഈ പെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും. നമ്മൾ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ഇവിടെ എനിമീസ് ഒക്കെ എവിടെയുണ്ടോ അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ ചെറിയൊരു സർക്കിൾ വരും. ആ സർക്കിളിൻ്റെ അകത്ത് എത്ര എനിമീസ് ഉണ്ടെന്ന് കാണിച്ചു തരും. അപ്പോൾ ഒരു സ്കാനർ പോലെ വർക്ക് ആവുന്നതായിരിക്കും. ഈ പെറ്റിന്റെ എബിലിറ്റി ഇങ്ങനെയായിരിക്കും. നമ്മുടെ വെപ്പൺ സെക്ഷനിൽ പുതിയൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ചാലഞ്ചുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ഗണ്ണിനും ഓരോ മിഷൻ ആയിരിക്കും. നമ്മൾ മിഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും താഴെ നമുക്ക് ഇവിടെ 100% നമുക്ക് ആക്കുകയാണെങ്കിൽ താഴെ പെർസെൻറ്റേജും കൂടുന്നതായിരിക്കും. നമ്മളൊരു 100% ആക്കുമ്പോൾ നമുക്ക് ആ ഗണ്ണിന്റെ തീം ഗണ്ണ് ലഭിക്കുന്നതായിരിക്കും, സ്കിന്നും കിട്ടുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. വെപ്പണിന്റെ അകത്ത് നല്ലൊരു സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സ്കിന്ന് ലഭിക്കുന്നുണ്ട്. ക്ലാസ് കോഡിൽ നമുക്ക് ഇനി മുതൽ ലോഡ് ഔട്ടൊക്കെ കൊണ്ടുപോകാം. നമുക്ക് ബോൺ ഫയറും പിന്നെ നമുക്ക് ബൗണ്ടറി ടോക്കണൊക്കെ ഇല്ല കേസ്, ഇതൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. ഡ്രോപ്പ് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് BR മാച്ചിലാണ് നമുക്ക് എല്ലാവർക്കും ഇത് കൊണ്ടുപോകാൻ സാധിക്കുക. അപ്പോൾ ഇനി മുതൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ നമുക്ക് ലോഡ് ഔട്ടൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും അപ്ഡേറ്റ് ചെയ്ത്. മിനി ലോഞ്ചറും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാണാൻ നേരത്ത് മെഡിക്കറ്റ് പോലെ തോന്നിക്കുന്നുണ്ട്. നമുക്കിത് ലോഞ്ച് പാഡ് പോലെ ഉപയോഗിക്കാം. അതായത് നമുക്ക് ഇവിടെ 4 തവണ നമുക്ക് എല്ലാവർക്കും ലോഞ്ച് പാഡ് പോലെ ഉപയോഗിക്കാൻ സാധിക്കും. മാപ്പിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചെസ്റ്റിന്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അതായത് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ലെവൽ 1 ലെവൽ 2 ചെസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട് BR മാച്ചിലേക്ക്. അപ്പോൾ ഇതുപോലെ വൈറ്റ് കളറായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ OB37 വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഒക്കെ. എന്തായാലും ഇന്ന് രാവിലെ മെയിൻ്റെനൻസ് ബ്രേക്ക് ഒക്കെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. നമുക്കിന്ന് 12 അല്ലെങ്കിൽ 1 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പ്ലേ സ്റ്റോറിലാണെങ്കിൽ പുതിയ പാച്ച് അപ്ഡേറ്റ് കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വൈകുന്നേരം ഒരു 5:30 അല്ലെങ്കിൽ 6 മണിക്ക് ആകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഈ ഗെയിം ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. അതുവരെ നമുക്ക് എല്ലാവർക്കും മെയിൻ്റെനൻസ് ബ്രേക്ക് ആയിരിക്കും കാണാൻ സാധിക്കുക. നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ FFWSന്റെ ഇവന്റ് ഒക്കെ വരുന്നുണ്ട്. മാസ് ഇവന്റ് ആയിരിക്കും. എന്തായാലും നല്ലൊരു അപ്ഡേറ്റ് ആവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം സപ്പോർട്ടും തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു മികച്ച വീഡിയോ കൂടെ കാണാം. ബൈ ബൈ.